ഞാൻ ഡെയിലി ചെറുതായിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യൂട്ടോ. ആദ്യം തന്നെ ബ്രീത്തിങ് എക്സസൈസാണ് ഞാൻ ചെയ്യാറ്. ശരിക്കും ഈ ഒരു സമയത്ത് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. കാരണം സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഓവർ തിങ്ക് ഇതൊക്കെ ഇല്ലാതാക്കാൻ നമ്മളെ സഹായിക്കും കേട്ടോ. മാത്രമല്ല നമ്മുടെ കുഞ്ഞിന് കൂടുതൽ ഓക്സിജൻ കിട്ടാൻ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സ്ട്രെസ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ കുറയ്ക്കും. കൂടാതെ ബാക്ക് പെയിന്, ബോഡി സ്റ്റിഫ്നെസ് ഒക്കെ കുറച്ച് മസിലിനൊക്കെ നല്ല റിലാക്സേഷൻ കിട്ടും. അതുകൊണ്ട് തന്നെ ബ്രീത്തിങ് എക്സസൈസ് ഡെയിലി ഗർഭിണികൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഞാൻ ചെയ്യാറ് ചെറിയ രീതിയിൽ സ്ട്രെച്ചിങ് എക്സസൈസ് ആണ് കേട്ടോ. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ മെച്ചപ്പെടാനും ഒപ്പം ഈ ഒരു സമയത്ത് നമുക്കറിയാം കാലിലൊക്കെ നീര് വരുന്നുണ്ട്, അതൊക്കെ ഇല്ലാതാക്കാനും ഒപ്പം നല്ല രീതിയിൽ ഫ്ലെക്സിബിലിറ്റി ആവും. പ്രസവ സമയത്ത് ശരീരം കൂടുതൽ അഡാപ്റ്റബിൾ ആകാനൊക്കെ ചെറിയ രീതിയിൽ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും. അതിലൊക്കെ ഉപരി ഒരു ദിവസം എനർജി ആയിട്ടിരിക്കാനും ആക്റ്റീവായിട്ടിരിക്കാനും ഒക്കെ സാധിക്കും കേട്ടോ. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട്. ഇത്ര സ്പീഡില്ല, സ്ലോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ സ്ലോ ആയിട്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത്. പിന്നെ ഞാൻ ഡെയിലി ചെയ്യുന്നൊരു യോഗ പോസാണ് കാറ്റ് ആൻഡ് കൗ പൊസിഷൻ. ഇത് ഗർഭിണികൾക്ക് സുരക്ഷിതമായിട്ട് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു യോഗ പോസുകളിലൊന്നാണ്. ഇത് ചെയ്യുമ്പോൾ ബാക്ക് പെയിൻ ആൻഡ് സ്റ്റിഫ്നെസ് എന്നിവ കുറച്ച് സ്പൈൻ ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കാനും നമ്മുടെ പെൽവിക് മസിൽസിൽ നല്ല രീതിയിൽ ശക്തമാവാനൊക്കെ സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു പോസ് ചെയ്യുമ്പോൾ നമ്മുടെ വയറിൽ ഓർഗൻസ് ജെൻറ്റിൽ മസാജ് ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഗ്യാസ്, ബ്ലോട്ടിങ് ഇതൊക്കെ കുറയുന്നുണ്ട്. ഒപ്പം നല്ല രീതിയിൽ ഡൈജഷൻ മെച്ചപ്പെടുത്താനും ഈ ഒരു എക്സസൈസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് വളരെ സ്ലോ ആയിട്ടാണ് ചെയ്യേണ്ടത്. ശ്വസിക്കുമ്പോൾ വയറ് താഴോട്ട് നമ്മൾ എടുക്കും, അപ്പോൾ ഒരു കൗ പോസായിട്ട് വരും. ശ്വാസം വിടുമ്പോൾ പുറം നല്ല രീതിയിൽ ഇങ്ങനെ വളച്ചിട്ട് കാറ്റ് പോസും ആവും. ഇത് സ്ലോ ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതൊരിക്കലും നമ്മുടെ ബോഡീനെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. എവിടെയെങ്കിലും ഈ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ പെയിൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല.